തുള്ളിക്കൊണ്ടുവരുന്നുണ്ട് തുള്ളിക്കൊരു കുടം എന്ന മഴ. കൊള്ളാം ഈ മഴ, കൊള്ളരുത് ഈ മഴ, കൊള്ളാം കൊള്ളാം പെയ്യട്ടെ. വീഡിയോ കോളാണല്ലോ. ശോഭന, പാസ്പോർട്ടൊക്കെ റിന്യൂവൽ ആയില്ലേ ശോഭനാമേ? അതെല്ലാം അന്നേ ശരിയായിരുന്നു. ഞാൻ ഒരു താങ്ക്സ് പറയാൻ വേണ്ടി വിളിച്ചതാ. ഓക്കെ, വരവ് വെച്ചിരിക്കുന്നു. ഇപ്പൊ ഹാപ്പിയാണല്ലോ? ആ പ്രശ്നത്തില് ഹാപ്പിയാന്ന്. പക്ഷേങ്കില് ഹാപ്പിനെസ് ഒരു സ്ഥിരതയുള്ള പരിപാടി അല്ലല്ലോ. അടിപൊളി. എന്താണ് ശോഭനാമ്മയെ അലട്ടുന്ന പൊതു പ്രശ്നം? ബാലട്ടാ, നമ്മളെ അമ്പലത്തിനോട് ചേർന്നിട്ടൊരു കുളമുണ്ടേനെ. അത് കുറേ കാലമായിട്ട് ഇങ്ങനെ കാട് മൂടി കിടന്നിട്ട് ഇപ്പൊ അതിന്റെ ശാപമോട്ടായി. അവിടെ എന്നല്ല, എല്ലാ കുളങ്ങൾക്കും തണ്ണീർത്തടങ്ങൾക്കും കേന്ദ്ര സംസ്ഥാന സഹായങ്ങൾ ഇപ്പോഴുണ്ട്. അതെ അതെ, തണ്ണീർത്തട സംരക്ഷണ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടല്ലേ ഇപ്പൊ കുളം നന്നാക്കുന്നത്. അതിന്റെ പണി ഇപ്പം പെട്ടെന്ന് പൂർത്തിയാവും. അപ്പൊ സന്തോഷമാണല്ലോ വേണ്ടത്. പിന്നെന്താ പുതിയ പ്രശ്നം? അല്ല, ഞാൻ ആലോചിക്കുക, എൻ്റെ വീട്ടിൻ്റെ അടുത്തൊരു കാവുണ്ട്. മൊത്തം ഒരു കാട് പിടിച്ച് കിടക്കല. ഈ കുള സംരക്ഷണ പദ്ധതി എന്നെല്ലാം പറയും പോലെ ഇങ്ങനെ കാവ് സംരക്ഷണ പദ്ധതി ഉണ്ടെങ്കിൽ നല്ലതല്ലേ? അതൊന്ന് വൃത്തിയാവൂലേ? ശോഭനാമ്മ എന്താ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വല്ല പ്ലാനും ഉണ്ടോ? ഒരു പൊതു താല്പര്യം? അല്ലപ്പ, ഞാൻ വെറുതെ ആലോചിച്ചാന്ന്. അങ്ങനെ ഒരു പരിപാടി ഉണ്ടെങ്കിൽ നല്ലതല്ലേ എന്ന് ചിന്തിക്കുക, അത്രേ ഉള്ളൂ. ഓക്കെ, എന്നാൽ അങ്ങനെ ഉണ്ട്. സർക്കാർ അങ്ങനെ ഒരു പ്ലാൻ കൊണ്ടുവന്നിട്ടുണ്ട് പുതിയതായിട്ട്. ശോഭനാമ്മ കറക്റ്റ് ടൈമിനാണ് ഇത് ചോദിച്ചത്. അങ്ങനെ ഒരു പരിപാടി ഉണ്ടാ? എന്നാ പിന്നെ എൻ്റെ വീട്ടിൻ്റെ അടുത്ത് ഒരു 3-4 കാവുണ്ട്. എന്നാ അതൊന്നും ശരിയാവൂലേ സംരക്ഷണ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാൽ? നമ്മുടെ കേരള വനം വന്യജീവി വകുപ്പ് കാവുകളുടെ സംരക്ഷണ പരിപാലന പ്രവർത്തനങ്ങൾക്ക് ധനസഹായം നൽകുന്നതിന് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. അല്ല, ഈ അമ്പലത്തിൻ്റെ അടുക്കുള്ള കാവുകൾക്ക് മാത്രമാണോ? വ്യക്തികൾ, ദേവസ്വം ട്രസ്റ്റുകൾ എന്നിവയുടെ ഉടമസ്ഥതയിലുള്ള കാവുകൾക്ക് ആനുകൂല്യം ലഭിക്കും. അപേക്ഷകൾ കാവിൻ്റെ വിസ്തൃതി, ഉടമസ്ഥത സംബന്ധിക്കുന്ന രേഖകൾ എന്നിവ സഹിതം സാമൂഹ്യ വനവൽക്കരണം അസിസ്റ്റന്റ് ഫോറസ്റ്റ് കൺസർവേറ്ററുടെ ഓഫീസിൽ ലഭിക്കണം. അതാ ഞാൻ പറഞ്ഞത്, കറക്റ്റ് ടൈമിനാണ് ശോഭനാമ്മ വിളിച്ചതെന്ന്. ഇതിൻ്റെ അപേക്ഷ ഫോം എവിടെയാ കിട്ടുക? വെള്ള പേപ്പറിൽ എഴുതി കൊടുത്താൽ മതിയാ? അതൊന്നും പോരാ. അപേക്ഷാ ഫോമിനും വിവരങ്ങൾക്കും സാമൂഹ്യ വനവൽക്കരണം വിഭാഗം ഓഫീസിലോ സാമൂഹ്യ വനവൽക്കരണം റേഞ്ചുകളിലോ ബന്ധപ്പെടാം. ഇനി വെബ്സൈറ്റിൽ നിന്നും ഡൗൺലോഡും ചെയ്യാം. forest.kerala.gov.in കയറിയാൽ മതി. അതേതായാലും സൂപ്പറായി ഈ സർക്കാരിൻ്റെ തീരുമാനം. പിന്നല്ലാതെ, പ്രളയവും വരൾച്ചയൊക്കെ വന്ന് ഭൂമി തന്നെ ഇല്ലാതായിക്കൊണ്ടിരിക്കുമ്പോൾ ഇത് സൂപ്പർ തീരുമാനം തന്നെയാണ്. പണ്ടുള്ള ആൾക്കാർ ഈ കുളവും കാവുമൊക്കെ ഉണ്ടാക്കിയത് സത്യത്തിൽ പ്രകൃതി സംരക്ഷണത്തിനാണ്. ബാക്കിയെല്ലാം പിന്നെ. മഞ്ഞു വേണം, മഴയും വേണം, വെയിലും വേണം, ലാവും വേണം, ഇരുട്ടും വേണം, പുലരിയും വേണം, പൂവും വേണം, പുഴുവും വേണം, വേണം വേണം ഞാനും പാരിന് എന്നാണ്. ഇതെന്താ കുഞ്ഞുണ്ടി വാലാട്ടനാ? കൊള്ളാലോ, ഇൻഫർമേഷന് താങ്ക്സ്. എനിക്ക് ഒരു ഡോക്ടറെ കാണാനുണ്ട്, പോണം. എന്തു പറ്റി? മഴക്കാല രോഗങ്ങൾ വല്ലതും ആണോ? അല്ലല്ല, ദന്ത ഡോക്ടറെ കാണാനാ. ആണോ? എങ്കിലിതാ ഒരു അഡീഷണൽ ഇൻഫർമേഷൻ. 60 വയസ്സ് കഴിഞ്ഞ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്ക് കൃത്രിമ ദന്തനിര വയ്ക്കുന്ന മന്ദഹാസം പദ്ധതിയിൽ അപേക്ഷിക്കാം. sunidhi.sjd.kerala.gov.in വഴി അപേക്ഷിക്കണം. ഓക്കെ. ദൈവം സഹായിച്ചിട്ട് ഇപ്പം എൻ്റെ പല്ലിന് ഇപ്പം കുഴപ്പമൊന്നുമില്ല. ആർക്കെങ്കിലും ഉപകാരപ്രദമാവുമെങ്കിൽ ഞാൻ പറഞ്ഞു കൊടുക്കാം. അപ്പം ശരി. ഇത്തിരിയേ ഉള്ളൂ ഞാൻ, എനിക്കു പറയാൻ ഇത്തിരിയേ വിഷയവുമുള്ളൂ, അത് പറയാൻ ഇത്തിരിയേ വാക്കും വേണ്ടൂ.